السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ليالي العشر أوقات الإجابة، فبادر رغبة تلحق ثوابا. ألا لا وقت للعمال فيه، ثواب الخير أقرب للإصابة. من أوقات الليالي العشر حقا، فسمر واطلبا فيها الإنابة. ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ അനുഗ്രഹീതമായ രാവിൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിർവഹിച്ചു വരുന്ന സലാത്ത്, ആ സലാത്തിൻ്റെ ഒരു വാർഷികമെന്ന നിലക്ക് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ഘോരമായ മഴയുള്ള സമയത്തും ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ചു എന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനോടും ദീനിൻ്റെ അറിവിനോടുമുള്ള ജിജ്ഞാസയും കൂറും ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലും ലോകം മുഴുക്കയും എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സർവ്വ ശർറുകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ, അങ്ങനെ എല്ലാ ഷർറുകളിൽ നിന്നും, എല്ലാ ഷർറുള്ളവരുടെ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മയും സർവ്വ മുഅ്മിനീങ്ങളെയും കാവൽ നൽകി അനുഗ്രഹിക്കുകയും അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ഇങ്ങനെ തുടങ്ങുന്ന ഒരു മഹത്തായ സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ് 2 വർഷം മുമ്പ്
ആ സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ 7 ദിവസം ഞാൻ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചിരുന്നു. വിശദമായി കുറെയൊക്കെ ഉൾക്കൊള്ളിച്ച് അന്ന് പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ ലഭിക്കും. അതുകൊണ്ട് ഇപ്പോൾ വിശദമായി പറയുന്നില്ല. വൽ ഫജിരി വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു തആല സത്യം ചെയ്തു. അൽ ഫജ്ർ തന്നെയാണ് സത്യം. ഈ അൽ ഫജ്ർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഫജ്ർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പ്രഭാതമാണ്. ഫജ്റു സാദിഖ് വെളിവാകുമ്പോഴാണ് സുബ്ഹി ആകുന്നത്. സുബ്ഹിന്റെ സമയമാണ് ഫജ്ർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് മറ്റൊരു സ്ഥലത്ത് നോമ്പ് തുടങ്ങുന്നത് എപ്പോഴാണ്, നോമ്പിന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഏത് സമയത്താണ് എന്ന് വിശദീകരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫജ്ർ സുബ്ഹി മുതൽക്കാണ് നോമ്പ് ആരംഭിക്കുന്നത്. നോമ്പിന് സുബ്ഹി വരെ ഭക്ഷണം കഴിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് അത്താഴം നിർത്തുക എന്നതായിരുന്നു. ഒരു 50 ആയത്തുകൾ ഓതാനുള്ള സമയം അത്താഴം കഴിച്ചതിന് ശേഷം ലഭിക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം വളരെ വൈകിക്കഴിക്കുകയും അതേ സമയത്ത് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പായി ഒരു 50 ആയത്തോതാനുള്ള സമയത്തിന് മുമ്പായി അത്താഴം നിർത്താറുമുണ്ടെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫജ്ർ പ്രഭാതം പൊട്ടിവിടരുന്ന സമയം, അതിനെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്തു. വൽ ഫജ്ർ, അൽ ഫജ്ർ തന്നെയാണ് സത്യം. അതുകൊണ്ട് ഏത് ഫജ്റാണ്, ഏത് പ്രഭാതമാണ് ഉദ്ദേശം? ചിലർ പറഞ്ഞു എല്ലാ പ്രഭാതവും ഉദ്ദേശം തന്നെയാണ്. കാരണം എല്ലാ പ്രഭാതവും അനുഗ്രഹത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു സന്ദർഭമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഏതൊരു രോഗിക്കും രാവിലെ ചെറിയ ആശ്വാസമുണ്ടാകും. അതുപോലെ രാവിലെ ഏത് വിഷയത്തിനും ഉന്മേഷമുണ്ടാകും. രാവിലത്തെ സമയം പ്രത്യേകം ബർക്കത്തുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതം വളരെ ബർക്കത്തുള്ള സമയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, എല്ലാവരോടും ഞാൻ പറയട്ടെ, സുബ്ഹിന്റെ സമയത്ത് ഒരിക്കലും നമ്മൾ ഉറങ്ങുന്നവരായി പോകരുത്. സുബ്ഹിന് മുമ്പ് തന്നെ എഴുന്നേൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു. എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. അവിടുന്ന് കോഴി കൂകുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് ബുഖാരിയിൽ ഹദീസ് കാണാം. അതിനർത്ഥം പണ്ഡിതന്മാര് പറഞ്ഞത് കോഴി കൂവുക രാത്രി പകുതിയായതിനു ശേഷമാണ് എന്നാണ്. അപ്പൊ രാത്രി പകുതിയായതിനു ശേഷമുള്ള സമയം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള സമയമാണ്. അള്ളാഹു ആരാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്, ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കും. ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ് രാത്രി പകുതിക്ക് ശേഷമുള്ള സമയം. ആ സമയത്ത് ആണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങളിലേക്ക് നീങ്ങേണ്ടത്. ഇപ്പോൾ പലരും നേരത്തെ ഉറങ്ങാതെ സൊറ പറഞ്ഞ് നേരം പോക്കി അവസാനം സുബ്ഹിയാകാൻ നോക്കുമ്പോൾ കിടക്കുന്നവർ ഉണ്ട്. അതൊരു ശരിയായ രീതിയല്ല, സ്വഭാവമല്ല. മറിച്ച് സുബ്ഹിന്റെ സമയത്ത് എന്തായിരുന്നാലും മുഅ്മിനായ മനുഷ്യൻ എഴുന്നേൽക്കണം. അതിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കുന്നതാണ് പുണ്യം. അത്രയും ബറക്കത്തുള്ള സമയമാണ് ഫജ്റിന്റെ സമയം. വൽ ഫജ്ർ, ആ ആയത്തിന് ഒരുപാട് മഹാന്മാര് പറഞ്ഞ തഫ്സീർ വൽ ഫജ്ർ, ദുൽഹജ്ജ് 1 അന്നുള്ള ദുൽഹജ്ജ് 1 പ്രഭാതം തന്നെയാണ് സത്യം.
കാരണം ദുൽഹജ്ജ് മാസം അത് വളരെ പുണ്യമുള്ള, വളരെ മഹത്വമേറിയ ഒരു മാസമാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പരിശുദ്ധ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്, റമദാനിലെ നോമ്പ്. ആ റമദാൻ അതിമഹത്തായ മാസമാണ്. അതറിയാത്ത ഒരു മുസ്ലിമും ഇല്ല, അത് അംഗീകരിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. പരിശുദ്ധ റമദാനിന്റെ മഹത്വം, സയ്യിദുൽ സുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന റമദാൻ. ആ റമദാനിലാണ് ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നോമ്പ് എന്ന ഇബാദത്ത് റമദാനിലാണ് നടക്കുന്നത്. എന്നാൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യന് സാധിക്കുമെങ്കിൽ നിർബന്ധമാക്കിയ അതിമഹത്തായ ഒരു കാര്യമാണല്ലോ ഇസ്ലാമിൽ 5 കാര്യങ്ങളിൽ ഒന്നായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. ആ ഹജ്ജിന്റെ മാസം ഏതാണ്? അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്ത്. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ് എന്നാണ് ആ വാക്കിന്റെ ചുരുക്കസാരം. അതെന്താണ്? ഹജ്ജിന് വേണ്ടി ഒരു മനുഷ്യന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്നത് ശവ്വാൽ മുതൽക്കാണ്. റമദാൻ കഴിഞ്ഞാൽ ശവ്വാൽ 1 മുതൽക്ക് ഹജ്ജിന്റെ സമയം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന സമയം ആരംഭിച്ചു. എന്നാൽ ശവ്വാലിൽ അധിക പേരും ഹജ്ജിന് ഇഹ്റാം ചെയ്യാറില്ല. കാരണം ഹജ്ജിന് വേണ്ടി ആ സമയത്ത് ഇഹ്റാം ചെയ്താൽ ഒരുപാട് സമയം ഇഹ്റാമിൽ തന്നെ നിൽക്കേണ്ടി വരും. അത് പലപ്പോഴും പ്രയാസപ്പെടും. അതുകൊണ്ട് ശവ്വാലിൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നവർ വളരെ വിരളമായി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ശവ്വാൽ മാസത്തിന് വലിയ ബഹുമാനമുണ്ട്. അതിൻ്റെ തുടക്കം തന്നെ ഒരു പെരുന്നാളോടുകൂടിയാണ്. അത് റമദാൻ പൂർത്തീകരിച്ച സന്തോഷത്തിലുള്ള ഒരു പെരുന്നാളോടുകൂടിയാണ് ഹജ്ജിന് ആരംഭം കുറിക്കുന്നത്, ഹജ്ജിന്റെ മാസത്തിന് ആരംഭം കുറിക്കുന്നത്. ആ ശവ്വാൽ കഴിഞ്ഞ് ദുൽഖഅദ് മാസം, അതും വളരെ പുണ്യമുള്ള മാസമാണ്. ദുൽഖഅദ് മാസം അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻഹാ അർബഅത്തുൻ ഹുറും, മാസങ്ങൾ 12 ആണ്. അതിൽ 4 മാസം വലിയ മഹത്വമുള്ള പവിത്ര മാസമാണ് എന്ന് പറഞ്ഞു. ആ പവിത്ര മാസങ്ങളിൽ ഒന്നാണ് ദുൽഖഅദ് മാസം എന്ന് പറയുന്നത്. അഥവാ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഖഅദ്. ആ ദുൽഖഅദ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസമാണ് ദുൽഹജ്ജ്. ആ ദുൽഹജ്ജ് മാസവും അതേപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന അതിമഹത്തായ പവിത്രമായ മാസമാണ് ദുൽഹജ്ജ്. ആ ദുൽഹജ്ജിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കേണ്ടി വരുന്നത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ അതേ നിർവഹിക്കുന്നത് അറഫയിൽ നിൽക്കലും, അതുപോലെ മുസ്ദലിഫയിൽ രാപ്പാർക്കലും, മിനയിൽ രാപ്പാർക്കലും, ജംറ എറിയലും, അതുപോലെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യലും. അതിന് സമയം പിന്നെയും നീട്ടിക്കൊണ്ടുപോകാൻ വകുപ്പുണ്ടെങ്കിലും അതെല്ലാം നിർവഹിക്കുന്ന കാലം ഹജ്ജ് മാസം, അത് ദുൽഹജ്ജ് മാസമാണ്. ആ മാസത്തിന്റെ പേര് തന്നെ ഹജ്ജ് മാസം എന്നാണ്. ദുൽഹജ്ജ് എന്ന് പ്രത്യേക പേരാണ് ആ മാസത്തിന്. അതിന്റെ പ്രഭാതം, അതിന്റെ തുടക്കം, ആ തുടക്കം കുറിക്കുന്നത് ദുൽഹജ്ജ് 1 അന്ന് പ്രഭാതം വലിയ മഹത്വമുള്ള ഒരു പ്രഭാതമാണ്, വളരെ മഹത്വമുള്ള ഒരു ഫജ്റാണ്. അതുകൊണ്ടാണ് വൽ ഫജ്ർ, ദുൽഹജ്ജ് 1 ഫജ്റിനെ തന്നെയാണ് സത്യം എന്ന് ആ ആയത്തിന്റെ തഫ്സീറിൽ ധാരാളം മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത് എന്താണ്? വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 പവിത്രമായ രാത്രികൾ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ ഏതാണ്? ദുൽഹജ്ജ് 10 ദിവസത്തിലുള്ള രാത്രികളാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ദുൽഹജ്ജ് 10 നിന്നുള്ള ഒരു രാത്രിയിലാണ്.
ആ രാത്രിക്കൊരു മഹത്വം കൂടിയുണ്ട്. അത് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. വെള്ളിയാഴ്ചയുടെ രാത്രിക്ക് വലിയ മഹത്വമാണ്. അതോടുകൂടെ ദുൽഹജ്ജ് ഫസ്റ്റിൽ തന്നെ വരുന്ന ഈ വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ വെള്ളിയാഴ്ച രാത്രി എന്നാ പറയാന്ന് എനിക്ക് തോന്നുന്നത്. ആ വെള്ളിയാഴ്ച രാവ് അത് വലിയ മഹത്വമുള്ള രാത്രിയാണ്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈ മാസത്തിൽ നടക്കുന്ന അമലുകളുടെ, ഈ മാസത്തിന്റെ, ഈ രാത്രിയുടെ, ഈ രാവിന്റെ എല്ലാ ബർക്കത്തുകളും സാധുക്കളായ ഞങ്ങൾക്കും, ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും, ഈ പരിപാടിയിൽ എത്തിച്ചേർന്നവർക്കും, ഞങ്ങൾക്കെല്ലാവർക്കും നീ ചൊരിച്ചു തരണം റഹ്മാനെ. ദുൽഹജ്ജ് 10 ദിവസങ്ങൾ, അത് വല്ലാത്ത പുണ്യമുള്ള 10 ദിനങ്ങളാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ വലിയ പുണ്യമുള്ള ദിനങ്ങളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ, ദിവസങ്ങളിൽ ഒരു ദിവസങ്ങളും ഇല്ല, അഫ്ളു ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ, മിൻ അയ്യാമി അശ്രി ദിൽഹിജ്ജ, ദുൽഹജ്ജ് 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വേറെ ഒരു ദിവസവും ഇല്ല എന്ന് തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, മാമിൻ അയ്യാമിൻ, ദിവസങ്ങളിൽ ഒരു ദിവസവുമില്ല, അൽ അമലു സാലിഹു, സൽകർമ്മം, ഫീഹാ അഹബ്ബു ഇലല്ലാഹി, ആ ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നത് അല്ലാഹുവിന് വളരെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു ദിവസവും ഇല്ല, മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദുൽഹജ്ജ് 10 ദിനങ്ങളെക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ദിനങ്ങളൊന്നും തന്നെ അമലിന് വേണ്ടി ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഹദീസിൽ കാണാം. അങ്ങനെ പറഞ്ഞപ്പോൾ മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഓ നബിയെ, അല്ലാഹുവിന്റെ മാർഗം, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി, ദീനിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉള്ള കഠിനാധ്വാനമുണ്ടല്ലോ, ആ കഠിനാധ്വാനത്തിൽ ഏറ്റവും വലിയ അധ്വാനമല്ലേ ബദരീകൾ നടത്തിയ ജിഹാദ്, അതുപോലെ ഉഹദീങ്ങൾ നടത്തിയ ജിഹാദ്. അങ്ങനെയുള്ള ജിഹാദിന്റെ പ്രവർത്തനം അത് നമുക്കെല്ലാവർക്കും അറിയാം. അത് തീവ്രവാദ പ്രവർത്തനമല്ല, ഭീകരവാദമല്ല, ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെതിരായി നടത്തുന്ന നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടല്ല. മറിച്ച് ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് അതിന് നിലനിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ അസ്വാരപ്പെടുത്തി രാഷ്ട്രത്തിൽ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിലുള്ള ശത്രുക്കളുടെ അക്രമങ്ങളെ നേരിട്ട ജിഹാദാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധമടക്കമുള്ള ജിഹാദുകൾ. ആ ജിഹാദ് അതിന് വലിയ പുണ്യമുള്ളൊരു അമലാണല്ലോ. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ, ഈ ദുൽഹജ്ജ് 10 ദിവസമുള്ള അമലുകളെക്കാൾ വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ അമലുകളില്ലെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ മഹത്തായ അധ്വാനം അതിനേക്കാളും ശ്രേഷ്ഠമാണോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ثم لم يرجع من ذلك بشيء. ഒരു സാധാരണ ജിഹാദിനേക്കാൾ ബഹുമാനമാണ്. എന്നാൽ അത്തരത്തിലുള്ള ജിഹാദിനിറങ്ങിയിട്ട് സ്വന്തം ശരീരവും സമ്പത്തും ഒന്നും തിരിച്ചു വരാതെ എല്ലാം അള്ളാഹുവിന് സമർപ്പിച്ച് ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാറ്റിവെച്ചാൽ, ആ ഒരു ജിഹാദ് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള എല്ലാ സൽക്കർമ്മങ്ങളെക്കാളും
ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ കർമ്മമാണ്, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മത്തിന്റെ സമയമാണ് ദുൽഹജ്ജ് 10 ദിനങ്ങൾ. നമ്മൾ ഇത് നല്ല ബോധമുള്ളവരാകണം. ഈ 10 ദിവസം നമ്മൾ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അതിന് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചു. ഇവിടെ 2 കാര്യം പറയാനുണ്ട്. എന്താണത്? വഖദ് ദല്ല ഹാദൽ ഹദീസ്, ഈ ഹദീസ് അറിയിക്കുന്നു അലാ അന്നൽ അമല ഫീ അയ്യാമിഹി അഹബ്ബു ഇലല്ലാഹി മിനൽ അമലി ഫീ അയ്യാമിദ് ദുനിയാ. ദുനിയാവിലുള്ള മുഴുവൻ ദിവസങ്ങളും ചെയ്യുന്ന അമലിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് ഈ ദുൽഹജ്ജ് 10 ചെയ്യുന്ന അമലുകളാണ്. വലയാലിൻ അശ്ർ എന്ന് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ 10 രാത്രികൾ. രാത്രിയുടെ ബഹുമാനം അനുസരിച്ചാണല്ലോ പകലിന്റെയും ബഹുമാനം. ലൈലത്തുൽ ഖദ്റിന് വലിയ ബഹുമാനം, ആ ലൈലത്തുൽ ഖദ്റിനോടനുബന്ധിച്ച പകലിനും ബഹുമാനം. അതേ ലൈലത്തുൽ ഖദ്റിൽ ഖുർആൻ ഇറങ്ങി, അതുകൊണ്ട് തന്നെ റമദാനിന്റെ രാത്രിക്ക് വലിയ ബഹുമാനം ഉണ്ടായി. അതുകൊണ്ട് ആ രാത്രിയോടനുബന്ധിച്ചുള്ള പകലുകൾക്കും വലിയ ബഹുമാനമുണ്ടായി. അതുകൊണ്ട് റമദാൻ മുഴുവനും രാത്രിയും പകലും ബഹുമാനമുണ്ടായി. വലയാലിൻ അശ്ർ, 10 രാത്രികളെ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. ആ രാത്രിയുടെ പകലുകൾ അതും വളരെ പുണ്യമുള്ള പകലുകളാണ്. അതിനാൽ ഫീ അയ്യാമിദ് ദുനിയാ മിൻ ഗൈരി ഇസ്തിസ്നാഇ ശൈഇൻ മിൻഹാ, ഒരൊറ്റ ഒന്നും മാറ്റിവെക്കാനില്ല. ഈ ദുൽഹജ്ജ് 10 ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വൈദാ കാന അഹബ്ബു ഇലല്ലാഹി ഫഹുവ അഫ്ളലു ഇൻദഹു, അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങൾ ഈ ദുൽഹജ്ജ് 10 ദിനങ്ങളാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങൾ അത് തന്നെയാണ് എന്ന് ഇമാമിങ്ങളിൽ പലരും വിശദീകരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ദുൽഹജ്ജ് 10 അതിങ്ങനെ വന്നങ്ങ് പോവും. നമ്മൾ ചിലപ്പോൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അങ്ങ് പോകും. അങ്ങനെയല്ല, ഈ 10 ദിനങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കേണ്ടതുണ്ട്. ഈ 10 ദിനങ്ങളിലും വൽ ഫജ്രി സൂറത്ത് ദിവസേന ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്ത് ദിവസേന നമ്മൾ ഓതുക. കഴിയുമെങ്കിൽ രാത്രിയും പകലും ഓതിക്കോളൂ. വലിയ പുണ്യമുള്ളതാണ്. കാരണം ഈ രാത്രികളുടെയും പകലിന്റെയും പുണ്യം പറയുന്ന സൂറത്താണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ആ മഹത്തായ സൂറത്ത്. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഈ മഹത്തായ ദിനങ്ങൾ, ആ ദിനങ്ങളിൽ 10ാമത്തെ ദിവസം പെരുന്നാൾ ദിനമാണ്. വശ്ശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ എന്നാണല്ലോ അതിന്റെ അടുത്ത പ്രയോഗം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വശ്ശഫഇ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇരട്ടയും വൽ വത്ർ ഒറ്റയും. അതുകൊണ്ട് തന്നെ സത്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന് ഒരുപാട് തഫ്സീറുകൾ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഷഫീ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ. സൃഷ്ടികൾ എപ്പോഴും നമുക്ക് കാണാം ഇണകളായിട്ടാണ് ഉണ്ടാവുക. ആണ് പെണ്ണ് അങ്ങനെയൊക്കെ ഇണകളായിട്ടാണ് പലപ്പോഴും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അതുകൊണ്ട് തന്നെ വൽ വത്ർ എന്ന് പറഞ്ഞാൽ ഏകനായവൻ, പടച്ചവൻ, അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. ഷഫീ എന്നതുകൊണ്ട് സൃഷ്ടികളാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയൊക്കെ അതിന് തഫ്സീറുണ്ട്. എന്നാൽ അതിൽ പ്രധാനമായ ഒരു തഫ്സീറാണ് വശ്ശഫഇ വൽ വത്ർ, അതേ ഒറ്റയിട്ട ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9. ദുൽഹജ്ജ് 9 ഒറ്റയാണല്ലോ. അറഫാ ദിനം അത് ഏറ്റവും മഹത്വമേറിയ ദിനമാണ്. അതിനെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യാണ്. അതാണ് വൽ വത്ർ എന്ന് പറഞ്ഞത്. അപ്പോൾ വശ്ശഫഇ എന്ന് പറഞ്ഞതോ, വശ്ശഫി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. അതിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം യൗമുൻ നഹർ, പെരുന്നാൾ, ബലി പെരുന്നാൾ ദിനം. അതിനെ മുൻനിർത്തി അല്ലാഹു സത്യം ചെയ്യുകയാണ്. വശ്ശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. അതേപോലെ ആ പെരുന്നാൾ രാവ്, അതുപോലെ ഉള്ള രാത്രി അതിനെ സംബന്ധിച്ചാണെന്നും അതേപോലെ വേറെ ലൈലത്തുൽ ഖദ്ർ പോലുള്ള രാത്രിയാണെന്നുമൊക്കെ
അതിന് തഫ്സീറുകൾ കാണാൻ സാധിച്ചേക്കും. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ പുണ്യമുള്ള രാത്രികളും പകലുകളുമാണ് ദുൽഹജ്ജിന്റെ ഈ 10 ദിനരാത്രങ്ങൾ. അതിൽ യൗമുൻ നഹർ, അത് പെരുന്നാളായതുകൊണ്ട് അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്. അതിന്റെ തൊട്ടടുത്തുള്ള 3 ദിവസവും അയ്യാമുത്ത ശരീഖിന്റെ ദിനങ്ങൾ, പഴയ കാലത്ത് മാംസം അറിവ് നടത്തിയതിനു ശേഷം ഉണക്കി വെക്കുന്ന ദിനങ്ങളാണ്. ആ അയ്യാമുത്ത ശരീഖിന്റെ ദിനങ്ങൾ 3 ദിവസം, അതും വലിയ പുണ്യമുള്ള ദിനങ്ങളാണ്. ഹാജിമാർ മിനയിൽ ഒരുമിച്ച് കൂടുന്ന ദിനങ്ങളാണ്. അവർ പലപ്പോഴും തവാഫ് ചെയ്യുന്ന ദിനങ്ങളാണ്. അങ്ങനെ ഒരുപാട് മഹത്വമുള്ളൊരു ദിനങ്ങളാണ്. ജംറക്കെറിയുന്ന ദിനങ്ങളാണ്. ആ ദിനങ്ങൾക്കും വലിയ മഹത്വമുണ്ട്. ഇരിക്കട്ടെ, ആ ദിനം പെരുന്നാളായതുകൊണ്ട് അയ്യാമത്ത് ശരീഖിലും നോമ്പെടുക്കൽ ഹറാമാണ്. അള്ളാഹുവിന്റെ വകയിൽ അവന്റെ അടിമകൾക്ക് സൽക്കാരം കൊടുക്കുന്ന ദിനമാണല്ലോ, അത് ബഹിഷ്കരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പെരുന്നാളിന്റെ അന്ന് നോമ്പെടുക്കൽ ഹറാമാണ്. ചെറിയ പെരുന്നാളിനും ഹറാമാണ്, വലിയ പെരുന്നാളിനും ഹറാമാണ്. സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കൽ കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നോമ്പെടുത്തിട്ടില്ല, ശനിയാഴ്ച എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, വെറും വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കുക, അത് കറാഹത്താണ്. എന്തുകൊണ്ട്? വെള്ളിയാഴ്ച ഈദുൽ മോമിനീൻ, മോമിനീങ്ങളുടെ പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ദിനം മാത്രം നോമ്പെടുക്കുക, തലേന്നൊല്ല പിറ്റേന്നൊല്ല, അങ്ങനെയാകുമ്പോൾ അത് കറാഹത്ത് വരും. അതുകൊണ്ട് നോമ്പ് വ്യാഴാഴ്ച എടുക്കുന്നുണ്ട്, അതോടുകൂടി വെള്ളിയാഴ്ച എടുത്താൽ പിന്നെ കറാഹത്ത് പോയി. അല്ലെ, ശനിയാഴ്ച എടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ശനിയും വെള്ളി ഒന്നിച്ചെടുത്താൽ ആ കറാഹത്ത് പോയി. അതില്ലെങ്കിലാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. കാരണം അതൊരു പെരുന്നാൾ ദിനമാണ്. ആ പെരുന്നാളിന്റെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാലോ. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനമാണ്. വെള്ളിയാഴ്ച ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനമായതുകൊണ്ട് നമ്മളൊരു പെരുന്നാൾ ആഘോഷം പോലെ ആഘോഷ ദിനമായി റബീഉൽ അവ്വൽ 12 കൊണ്ടാടാറുണ്ട്. കാരണം അത് നബി തങ്ങളുടെ ജന്മദിനമാണ്. വെള്ളിയാഴ്ച ദിവസം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനമാണ്. ഫീഹി ഖുലിഖ ആദം എന്ന ഹദീസിൽ നമുക്ക് കാണാം. വെള്ളിയാഴ്ചയാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ദുൽഹജ്ജ് 1 മുതലുള്ള ഈ ദിനങ്ങൾ അത് വളരെ പുണ്യമുള്ള ദിനങ്ങളാണ്. അതിന്റെ 9 ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 9 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. ഏറ്റവും കൂടുതൽ അമല് ചെയ്യാൻ അർഹതപ്പെട്ട, ഏറ്റവും കൂടുതൽ സൽക്കർമ്മത്തിന് അല്ലാഹു തആല പ്രിയപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങൾ ആ ദിനങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ മുഹറം 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്നത് പ്രത്യേകം സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ കൂടുതൽ പുണ്യമുള്ളതാണ് ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് അല്ലാതെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് ഹജ്ജിന്റെ അമലിലായതുകൊണ്ട് അറഫ ദിവസം നോമ്പ് സുന്നത്തില്ല. അല്ലാത്തവർക്ക് സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫയുടെ നോമ്പ് എന്ന് പറയുന്ന ദുൽഹജ്ജ് 9 നോമ്പ്. ദുൽഹജ്ജ് 9 ഓരോ പ്രദേശത്തും എപ്പോഴാണോ അന്നാണല്ലോ നമ്മൾ ആ നോമ്പ് അനുഷ്ഠിക്കുക. റമദാനും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ നാട്ടിൽ റമദാനായാൽ നമ്മൾ റമദാൻ നോമ്പെടുക്കും. ചിലപ്പോൾ ദുബായിൽ തലേന്ന് തന്നെ ആയിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമ്മൾ റമദാൻ നോമ്പെടുക്കൂല. കാരണം നമ്മളിവിടെ റമദാൻ നോമ്പായിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ സുബഹി നിസ്കരിച്ച് സുബഹി ഖളാകുന്ന സമയമാകുമ്പോഴായിരിക്കും മക്കയിൽ സുബഹിയാകുന്നത്. അവരപ്പോൾ സുബഹി നിസ്കരിക്കും. നമ്മൾ ഇവിടെ സുബഹിയാകുമ്പോൾ സുബഹി നിസ്കരിക്കും. അവരവിടെ സുബഹിയാകുമ്പോൾ നിസ്കരിക്കും. ഇനി അമേരിക്കയിലേക്ക് പോയാൽ നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ കിടന്നുറങ്ങുന്ന അത്താഴം കഴിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയമായിരിക്കും. നമ്മൾ നമ്മളെ നാട്ടിലെ സമയമനുസരിച്ചാണ് നോമ്പെടുക്കുക. അമേരിക്കക്കാരൻ അമേരിക്കയിലെ സമയമനുസരിച്ചാണ് നോമ്പെടുക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 9 എപ്പോഴാണ്? അന്നാണ് അറഫ നോമ്പ് സുന്നത്താകുന്നത്. അന്ന് പെരുന്നാളാണെന്ന് വിചാരിച്ചിട്ട് മക്കയിൽ ഇന്ന് പെരുന്നാളാണല്ലോ, അവിടെ നമ്മക്കിവിടെ പെരുന്നാളാക്കാൻ വിചാരിച്ച് നോമ്പാരും നഷ്ടപ്പെടുത്തരുത്. ഈ പുത്തൻവാദികളുള്ള കാലഘട്ടമാണ്. എല്ലാം ഹലാക്കാക്കുക എന്നുള്ളതാണ് അവരുടെ ആശയം. അതുകൊണ്ട് ദുൽഹജ്ജ് 9 നോമ്പ് ഒരിക്കലും മക്കയിൽ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, ഒരു കാലത്തും കഴിയൂല. കാരണം അവിടെ നോമ്പ് തുടങ്ങുന്ന സമയം
ഇവിടെ ഏകദേശം 8 മണിയായിട്ടുണ്ടാവും, അവരെ സുബിയാകുന്ന സമയം. അപ്പോഴേക്ക് നമ്മളെ നോമ്പ് എപ്പോൾ തുടങ്ങി? അവരുറങ്ങുന്ന സമയത്ത് നമ്മളെ നോമ്പ് തുടങ്ങി. അപ്പോൾ ഒരിക്കലും അവിടെയും ഇവിടെയും സമയം ഒപ്പിച്ച് കൊണ്ടുപോകാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തന ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്. ദുൽഹജ്ജ് 9 നോമ്പെടുക്കൽ ഏറ്റവും പുണ്യമുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പെന്ന് പറയുന്നത് അതിൻ്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷം അത് പൊറുപ്പിക്കും, ഇനി വരുന്ന ഒരു കൊല്ലത്തെ ദോഷവും അത് പൊറുപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അറഫയുടെ നോമ്പ് ഒരാൾ എടുത്താൽ അദ്ദേഹത്തിന് ഒരു കൊല്ലവും കൂടി ഇവിടെ ആയുസ്സുണ്ടാകാനുള്ള സാധ്യതയും കൂടിയാണ് ലഭിക്കുന്നത്. കാരണം അടുത്ത കൊല്ലത്തെ ദോഷവും കൂടി പൊറുക്കുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഒരു കൊല്ലത്തെ ഒരു ചെറിയ വാറന്റിയും കൂടി ആ നോമ്പിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞു വരുന്നത് അറഫയുടെ നോമ്പ് അതിമഹത്തായ നോമ്പാണ് ദുൽഹജ്ജ് 9. എന്നാൽ യൗമു തർവിയത്തിന്റെ നോമ്പ്, അതായത് ദുൽഹജ്ജ് 8 അന്നുള്ള നോമ്പ്, അന്നത്തെ നോമ്പും പ്രത്യേകം പുണ്യമുള്ള നോമ്പാണ്. പ്രത്യേകിച്ച് ഈ വർഷം ഇവിടെ കേരളം പോലെ തന്നെയല്ലേ മാസം അല്ലേ? മക്കയിലെ പോലെ അല്ലല്ലോ, അല്ല. അങ്ങനെ വരുമ്പോൾ ഈ കൊല്ലം ദുൽഹജ്ജ് 9 മക്കയിൽ ദുൽഹജ്ജ് 9 ആകുമ്പോൾ ഇവിടെ ദുൽഹജ്ജ് 8 ആയിരിക്കും. അപ്പോൾ ആ വലിയ പുണ്യം നടക്കുന്ന ദിനം, ആ ദിനത്തിൽ നമ്മൾ നോമ്പുകാരാവുക എന്നത് വളരെയേറെ പുണ്യമുള്ളതായതിനാൽ ഇക്കൊല്ലത്തെ 8 നോമ്പ് അത് എന്തായിരുന്നാലും എടുക്കാതിരിക്കരുത് എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. അതിന്റെ പുറമെ 9 അന്നും നോമ്പെടുക്കണം. നോമ്പെടുക്കാൻ കഴിയുന്നവർ, വളരെ പുണ്യമുള്ള നോമ്പാണ് ആ 2 നോമ്പുകളും. അതിന്റെ പുറമെയാണ് ദുൽഹജ്ജ് 1 മുതൽ 9 വരെ നോമ്പെടുക്കാൻ വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. എനിക്ക് ഇന്നലെ ഒരു പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരത്തിന് പങ്കെടുത്തു. എനിക്ക് അവിടുത്തെ ഇമാമിനോട് വലിയ സന്തോഷമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ വന്ന് തുടർന്നത് 2ാമത്തെ റക്അത്തിലാണ്. 2ാമത്തെ റക്അത്തിൽ തുടർന്ന് നിസ്കരിച്ച എനിക്ക് 1 റക്അത്ത് കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ 2 റക്അത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തും കൂടി പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. അദ്ദേഹം അവിടെ ദിക്റും ദുആയും എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വകയിൽ 1 മിനിറ്റ് ഒരു പ്രസംഗം, ഇരുന്ന ഇരുത്തത്തിൽ ഒരു പ്രസംഗം. അതാണ് എനിക്ക് അദ്ദേഹത്തോട് സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ വെച്ച് പറയാണ്, അതാ ദുൽഹജ്ജ് പിറക്കുന്നു, എല്ലാവരും ദുൽഹജ്ജ് 1 മുതൽ വൽ ഫജ്രി സൂറത്ത് എല്ലാ ദിവസവും ഓതണം. അദ്ദേഹം അതവിടെ വെച്ച് മഗ്‌രിബിന്റെ ശേഷം പറയാണ്. അതേപോലെ അദ്ദേഹം പറയാണ്, അതേ നമ്മൾ കന്നുകാലികളെ കണ്ടാൽ, പശു, ആട്, മാട്, ഒട്ടകം എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതേ അത് പോത്തോ ആടോ പശുവോ ഒട്ടകമോ അങ്ങനെയുള്ള ജീവികൾ, ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റാവുന്ന ജീവികൾ, നാൽക്കാലികൾ, അവകളെ കണ്ടാൽ അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. അതൊരു പ്രത്യേക സുന്നത്താണ്. ഈ 10 ദിവസത്തിൽ നമുക്ക് നടപ്പാക്കാനുള്ള ഒരു സുന്നത്താണ്. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. അതേപോലെ അവകളുടെ ശബ്ദം കേട്ടാലും അങ്ങനെ ചൊല്ലൽ സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആട് കരയുന്നത് കേട്ടാൽ, ഒരു പശു ശബ്ദിക്കുന്നത് കേട്ടാൽ, അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം ഈ 10 ദിവസത്തിൽ സുന്നത്താണ്. സലഫു സാലിഹീങ്ങളായ ആളുകൾ നടപ്പാക്കി വന്ന ഒരു സുന്നത്താണ്. ഈ 10 ദിവസങ്ങളിൽ സദഖ വർദ്ധിപ്പിക്കുന്നത് പ്രത്യേകം പുണ്യമാണ്. സാധാരണ ദിവസം സദഖ ചെയ്യുന്നത് പോലെയല്ല. നമുക്കറിയാലോ, റമദാൻ മാസത്തിൽ സദഖ ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ്. റമദാനിലെ അവസാനത്തെ 10-ൽ സദഖ ചെയ്യുന്നത് വളരെയേറെ പുണ്യമാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും സദഖ ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പല നാടുകളിലും പള്ളികളിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം പല പിരിവുകളും നടക്കും. ചിലർക്കതൊരു ശല്യമാണ് എന്ന് തോന്നും. വാസ്തവത്തിൽ നമുക്ക് സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാണത്. ആ വെള്ളിയാഴ്ച ദിവസം ഒരു സദഖ ആരും ചോദിച്ചില്ലേ നമ്മൾ കൊടുക്കലുണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ പിരിവിനെ വെറുക്കുകയല്ല വേണ്ടത്, അതിന് സന്തോഷിക്കാണ് വേണ്ടത്. അൽഹംദുലില്ലാഹ്, എനിക്ക് സ്വർഗത്ത് കിടക്കാനുള്ള ഒരു വഴിയായല്ലോ, ഞാൻ ചോദിച്ചില്ലേ നമ്മളുടെ കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി ചിലർ ബക്കറ്റ് കാണിച്ച് വിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വേണ്ടി പിരിവെടുക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ വെള്ളിയാഴ്ച വേറെ എന്തെങ്കിലും പൊതുകാര്യങ്ങൾക്ക് മദ്രസക്കോ പള്ളിക്കോ ഒക്കെ പിരിവെടുക്കുന്നുണ്ടാവും.
വെള്ളിയാഴ്ച ദിവസം സദഖക്ക് വളരെയേറെ പുണ്യമുള്ള ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച രാവും പകലും. ഇതുപോലെ ദുൽഹജ്ജ് 1 മുതൽ ഞാൻ പറയട്ടെ 10 വരെ എന്തായാലും, അല്ല 13 വരെ എന്തായാലും വളരെയേറെ പുണ്യം സദഖ ചെയ്യുന്നതിന് പുണ്യമുള്ള ദിനങ്ങളാണ് എന്ന് ഇമാമിങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ദുൽഹജ്ജ് മാസത്തിൽ ഖുർആൻ ഓതുക. ഞാൻ പറയട്ടെ, നാളെ മുതൽക്ക് തന്നെ, അല്ല ഇന്ന് മുതൽക്ക് തന്നെ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവിൽ അതുപോലെ വെള്ളിയാഴ്ച പകലിലും 3 പ്രാവശ്യമെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് ഓതണം എന്നാണല്ലോ കിതാബുകളിലൊക്കെ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും 1 പ്രാവശ്യം പോലും ഓതാത്തവരായി പോകുന്നത് നമുക്ക് പാരത്രിക ലോകത്തേക്ക് തീരെ സമ്പാദ്യമില്ലാതെയായി പോകുന്നു എന്നതിന്റെ ലക്ഷണമല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി അതുപോലെ വെള്ളിയാഴ്ച പകലിലും നമ്മൾ അൽ കഹ്ഫ് ഓതിയാൽ മാത്രം പോരാ, അൽ കഹ്ഫ് ഓതണം. അതിന്റെ പുറമെ പരിശുദ്ധ ഖുർആൻ എത്രത്തോളം ഓതാൻ കഴിയുമോ ദുൽഹജ്ജ് മാസത്തിൽ പരമാവധി നമ്മൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓത്ത് വെറും റമദാനിലേക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല, എപ്പോഴും ചെയ്യേണ്ട ഒരു സൽക്കർമ്മമാണ് പരിശുദ്ധ ഖുർആൻ ഓതുക എന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദുൽഹജ്ജ് മാസത്തിൽ ഖുർആൻ ഓതുക എന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച രാവിലും പകലിലും വളരെ പുണ്യമേറിയ ഒരു അമലാണ്. അല്ല, ജീവിതത്തിൽ തന്നെ ഏറ്റവും പുണ്യമേറിയ ഒരു അമലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത്. എല്ലാവരും എഴുന്നേറ്റ് 3 സലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇരുന്നോളൂ സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കണം, മഴ പെയ്യുന്നു. മഴ പെയ്യുക എന്നതൊരു നിഅമത്താണ്, ഒരു റഹ്മത്താണ്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മഴയാണ്. അതായത് അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ, അത് അള്ളാഹു തആല അയക്കുന്നതിന് മുമ്പ് കാറ്റിനെ അയക്കാറുണ്ടെന്നാണ് ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, മറ്റൊരാളെ സംബന്ധിച്ചൊരു സംശയം ചോദിച്ചത് എന്താണ്? ഒരു വ്യക്തി, ആ വ്യക്തി പറയുന്നു, എനിക്ക് നരകത്തിന് പേടിയില്ല, സ്വർഗത്തിന് ആഗ്രഹവുമില്ലെന്ന് പറയുന്നു. അദ്ദേഹം ചിലപ്പോൾ പറയുന്നു, എനിക്ക് അള്ളാഹിനെയും പേടിയില്ല എന്ന് പറയും. അദ്ദേഹം പറയുന്നു, റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിക്കളയും. അദ്ദേഹം ചിലപ്പോൾ പറയുന്നു, എനിക്ക് ഫിത്ന വലിയ ഇഷ്ടമാണ്, ഫിത്ന വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു. ചിലപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ റുകൂഉം സുജൂദുമില്ലാതെ നിസ്കരിക്കുമെന്ന് പറയുന്നു. ചിലപ്പോൾ അദ്ദേഹം പറയുന്നു, ജൂതന്മാര് പറഞ്ഞത് ശരിയാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ശരിയാണ്, ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട്, അഭിപ്രായം നമ്മളാർക്കും പറയേണ്ടതുണ്ടോ? നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പറയാൻ തോന്നൂലേ, അയാൾ വളരെ മോശക്കാരനാണ് എന്നൊക്കെ പറയാൻ തോന്നൂലേ? പക്ഷേ ഒരാളെ പറ്റി മോശമാണോ നല്ലതാണോ ഒക്കെ പറയേണ്ട ആലിമീങ്ങളാണ്. നമ്മളങ്ങ് തീരുമാനം പറയാൻ പറ്റൂല. ആലിമീങ്ങൾക്ക് മാത്രമേ ഒരു വിഷയത്തെ സംബന്ധിച്ച് അപഗ്രഥിച്ച് പഠിച്ച് വിലയിരുത്തി പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം ഏതുദ്ദേശത്തിലാണ് അതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പാണ്ഡിത്യം വേണം. ഉദ്ദേശം മനസ്സിലാക്കാതെ ഒരാളുടെ വാക്കിന്റെ ബാഹ്യാർത്ഥം മാത്രം നോക്കി നമ്മൾ വിധി പറയാൻ പാടില്ല. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം, പക്ഷേ നിന്റെ ഏർപ്പാട് എന്നെ കുറ്റം പറയലാണ്. നീ സാധാരണയായി എന്നെ ചീത്ത പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഞാൻ അതിന്റെ ശരിയായ മറുപടി പറഞ്ഞു തന്നാൽ നീ ആ കുറ്റം പറയുന്നത് നിർത്തുമോ എന്ന് ചോദിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ശരിയായ മറുപടി എന്നാൽ ഞാൻ നിർത്തിക്കോളാം. സുബ്ഹാനല്ലാഹ്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അയാൾ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ടോന്നല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ലാഭമല്ലേ? ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്കൊണ്ട് ലാഭമല്ലേ ഉണ്ടാവുക? അയാളുടെ നിസ്കാരം നമുക്ക് കിട്ടും, നോമ്പ് നമുക്ക് കിട്ടും, അയാളെ ഖുർആൻ ഓതി നമുക്ക് കിട്ടും, അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മൊക്കെ നമുക്ക് കിട്ടൂലേ?
അതുകൊണ്ടല്ലേ ചില മഹാന്മാര് പറഞ്ഞ് ഞാൻ ഒരാളെയും കുറ്റം പറയൂല, ആരെ ഗീബത്തും ഞാൻ പറയൂല, അഥവാ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ അതേ പറയുന്നത്. അപ്പൊ ഒരാൾ ചോദിച്ചു ഉമ്മാന്റെ ഗീബത്താ പറയും, പറയേണ്ടിയിട്ട് പറഞ്ഞല്ല, ഞാനെ പറഞ്ഞതിന്റെ അർത്ഥം അഥവാ എൻ്റെ നിസ്കാരം നോമ്പല പോകുന്നുണ്ടെ ഉമ്മാക്ക് പോയിക്കോട്ടെ പുറത്തു കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ നമ്മൾ ഒരാളെ ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊന്നും വരൂല, നമുക്കതുകൊണ്ട് കാര്യം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞപ്പോൾ ഒരു കൊട്ടയിൽ അദ്ദേഹത്തിന് കാരക്ക കൊടുത്തയച്ചു. ആ കാരക്ക കൊടുത്തയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആഖിറത്തിലേക്ക് സമ്പാദിച്ച പലതും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നതായി ഞാൻ അറിയുന്നു, എനിക്ക് സംഭാവന തരുന്നതായി ഞാൻ അറിയുന്നു, എന്തെങ്കിലും ഞാൻ അങ്ങോട്ടും തരണ്ടേന്ന് വിചാരിച്ചു. ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചതാണ് ഈ ഈത്തപ്പഴം, അതൊരു കൊട്ടങ്ങൾക്ക് അങ്ങോട്ടും തരാന്ന് വിചാരിച്ച, കാരണം ധാരാളം ഇങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ, ആഖിറത്തിലേക്കുള്ളത് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ കുറ്റം പറയാന്നുള്ളത് കേൾക്കുമ്പോഴേക്കാരും ബേജാറാണ്ടൊന്നുമില്ല, കുറ്റം പറഞ്ഞ് കിട്ടിയാൽ നമുക്ക് ലാഭമാണ്. അത് നമ്മളെ മനസ്സിലുണ്ടായാലോ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതുമില്ല, അള്ളാഹുവിനെ മാത്രമേ നമുക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടണം. നബി സല്ലല്ലാഹു മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു പറഞ്ഞില്ലേ, അതേ ഇന്നക ലാ തഖദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും നിന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഫാസിലി മാ ബൈനക വ ബൈനല്ലാഹ്, അള്ളാഹുവിന്റെയും നിന്റെയും ഇടക്കുള്ള വിഷയം നീ നന്നാക്കി വെക്കണം. സുമ്മ ലാ തുബാലി ബിന്നാസ്, പിന്നെ ജനങ്ങളെ നീ വകവെക്കണ്ട. ജനങ്ങളിൽ ചിലർ നിന്നെ പുകഴ്ത്തി അങ്ങനെ പൊക്കി പറയുന്നവരുണ്ടാവും, കേട്ടിട്ട് ഞാൻ വലിയ ആളാന്നൊന്നും വിചാരിക്കണ്ട. അതേപോലെ ജനങ്ങളിൽ ചിലർ നിന്നെ കുറ്റം പറയുന്നവരുണ്ടാവും, കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന് വിഷമവും വേണ്ട. കാരണം ഇവിടെ കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, ദുനിയാവ് കൊടുക്കുന്നവനും ആഖിറം കൊടുക്കുന്നവനും അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയറായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ കുറ്റം പറയുന്നത് നിർത്തുവോ? ഞാൻ ശരിയായ മറുപടി തന്നാൽ അതേ നിർത്താന്ന് പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഒരു വലിയ മഹാനാണ്. നിങ്ങൾ ഈ കുഴപ്പമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അദ്ദേഹം ഒരു വലിയ മഹാനാണ്. അതെന്തേ? അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്താണ്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല എന്നാ. നരകത്തിന് എന്ത് പേടിക്കാനാ? നരകം തന്നെ അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ, സൃഷ്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നരകത്തിനെ അല്ലല്ലോ ഭയപ്പെടേണ്ടത്, ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയല്ലേ. അതാണ് അദ്ദേഹം നരകത്തിനെ പേടിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം നരകത്തിനെ അല്ല പേടിക്കുന്നത്, അള്ളാഹുവിനെയാണ് ഭയപ്പെടുന്നത്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അദ്ദേഹത്തിന് സ്വർഗത്തിന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞല്ലോ. സ്വർഗല്ലല്ലോ ആഗ്രഹിക്കേണ്ടത്, അള്ളാഹുവിന്റെ തൃപ്തിയല്ലേ ആഗ്രഹിക്കേണ്ടത്, പടച്ചവന്റെ പൊരുത്തല്ലേ കിട്ടേണ്ടത്. സ്വർഗത്തിന് വേണ്ടിയാണോ? അല്ല, സ്വർഗം കിട്ടിക്കോട്ടെ. അതേസമയം നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അവൻ എന്താണോ തരുന്നത് അത് സ്വീകരിക്കാൻ സന്നദ്ധനാണെന്ന നിലക്ക് അള്ളാഹുവിലേക്കാണ് നമ്മുടെ ഖൽബ് തിരിയേണ്ടത്, സ്വർഗമെന്ന സൃഷ്ടിയിലേക്കല്ല. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അദ്ദേഹം ചിലപ്പോൾ പടച്ചോനെയും പേടിയില്ല എന്ന് പറയുന്നില്ലേ, അത് നീ വിചാരിച്ച അർത്ഥത്തിലല്ല. ആ പറഞ്ഞതിനർത്ഥം അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലാഹു തആല അടിമയെ ഒരാളെയും തെല്ലും ആക്രമിക്കുന്നവനല്ല. അല്ലാഹു ആരെയും ആക്രമിക്കൂല. ആക്രമിക്കാത്തവൻ എന്ത് പേടിക്കാനാ? ആക്രമിക്കുന്നവനല്ലേ പേടിക്കല്. അള്ളാഹു ആക്രമിക്കുന്നവനല്ല, അവൻ കാരുണ്യം ചെയ്യുന്നവനാണ്. അവനെ ഭയപ്പെടുകയല്ലോ, അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയല്ലേ വേണ്ടത്. ഏതുപോലെ ഒരു കുട്ടി പഴയ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് പിന്നെ അതൊന്നുമില്ല. അതായത് പണ്ട് കാലത്തൊക്കെ മദ്രസയിലും സ്കൂളൊക്കെ ചെന്നാൽ ചിലപ്പോ കുട്ടികളെ അടിക്കുന്ന അധ്യാപകന്മാരുണ്ടായിരുന്നു. ഇപ്പൊ അത് അടിക്കേണ്ട പൂതിയേ ഉണ്ടാവുള്ളൂ, അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോലീസ് സ്റ്റേഷനിലെത്തും. അതുകൊണ്ട് ഇപ്പൊ ആരും അടിക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ അടി, പരിക്കൊന്നും പറ്റാത്ത ചെറിയ അടി കുട്ടികളെ അവരുടെ ഡിസിപ്ലിൻ ക്ലിയർ ആക്കാൻ വേണ്ടി, അച്ചടക്കം നിർവഹിക്കാൻ വേണ്ടി, അവർക്ക് പഠിക്കാൻ വേണ്ടി പ്രചോദനം നൽകാൻ വേണ്ടി സ്നേഹത്തിന്റെ ചില അടി, അല്ലാതെ വെറുപ്പിന്റെ അടിയല്ല, അതവ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചെറിയ അടി ചില കുട്ടികളെ പഴയ കാലത്തൊക്കെ ഗുരുനാഥന്മാരെ അടിച്ചിരുന്നു, മാതാപിതാക്കളും അടിച്ചിരുന്നു. ഇപ്പം മാതാപിതാക്കൾ അടിച്ചാലും ഇപ്പം കുഴപ്പം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ പാപ്പാനെ പിടിച്ചു കൊണ്ടുപോകും, ഉമ്മാനെയും പിടിച്ചു കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കാലമാണിപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അടിക്കും അങ്ങനെയുള്ള ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥന്റെ അടുക്കലേക്ക് ഒരു ചെറിയ വടിയും മുറിച്ചിട്ട് ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, മോനെ ഇതെന്തിനാ സ്കൂളിൽ പോകുമ്പോൾ വടി, പുസ്തകം പോരെ, ബുക്ക് ഉണ്ടായാൽ പോരെ? ഈ കുട്ടി പറഞ്ഞു, അത് ഉസ്താദിന് അല്ലെ ഗുരുനാഥന് മാഷിക്ക് കൊടുക്കാനാണ്.
മാഷ്ക്ക് എന്തിനാ ബടി? അത് അടിക്കാനാണ്. അപ്പൊ നിന്നെ അടിക്കൂലേ? എനിക്ക് മാഷ പേടിയില്ല. അതിനെക്കുട്ടി എനിക്ക് മാഷ പേടിയില്ല. അപ്പൊ അതെന്താണ് പേടിയില്ലാത്തതിന്റെ? കാരണം എൻ്റെ മാഷ് ആക്രമിക്കൂല. ഞാനെല്ലാം കൃത്യമായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ എൻ്റെ മാസ്റ്റർ ഒരിക്കലും അടിക്കൂല. ഞാൻ കൃത്യമായി അറ്റൻഡ് ഉണ്ടാവും. ഒരു ദിവസവും എൻ്റെ ഹാജറില്ലാതെ ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ മാഷ് എന്നെ അടിക്കൂല. ഞാനൊരു കുട്ടിയെയും മാന്തിപ്പറിക്കൂല, ചീത്ത വിളിക്കൂല, കൊഞ്ഞനം കാട്ടൂല, അനാവശ്യമൊന്നും പറയൂല. ഞാൻ എല്ലാവരോടും വളരെ അച്ചടക്കത്തിൽ സൽസ്വഭാവത്തിൽ പെരുമാറുന്ന കുട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ മാസ്റ്റർ എന്നൊന്നും ചെയ്യൂല. ആ മാസ്റ്റർ വെറുതെ ഒന്നും ചെയ്യൂല. അതുകൊണ്ട് എനിക്ക് മാസ്റ്റർ പേടിയില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാ. ഇതുപോലെ അള്ളാഹുവിന്റെ മഹാന്മാരായ ചില അടിമകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൽ അള്ളാഹ് കൽപ്പിച്ചതൊക്കെ അവരെടുത്തവരായിരിക്കും. അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കുന്നവരായിരിക്കും. അവർക്ക് മനസ്സിൽ ഒരല്പവും അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന് തോന്നലില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, ചീത്ത വിളിച്ചവനോടുമില്ല, കല്ലെറിഞ്ഞവനോടുമില്ല. എല്ലാവരും നന്നാകണം എന്ന ആഗ്രഹം മാത്രം. അങ്ങനെ വളരെ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനെ അങ്ങേയറ്റം പ്രിയം വെച്ച്, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം പ്രിയം വെച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചത് എന്താണോ അത് അക്ഷരം പ്രതി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോ അള്ളാഹു ആക്രമിക്കൂലല്ലോ. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. അതേ, അങ്ങയുടെ റബ്ബ് അല്പവും ആക്രമിക്കൂല എന്നല്ലേ ഖുർആൻ പറഞ്ഞ്. പിന്നെ എന്ത് പേടിക്കാനാ? അള്ളാഹു എനിക്ക് സമ്മാനം തരൂന്നല്ലാതെ പേടിക്കേണ്ടതില്ലല്ലോ. ആ അർത്ഥത്തിലാണ് പേടില്ല എന്ന്. അല്ലാതെ അള്ളാഹിനെ പേടിക്കാതെ കള്ളം കുടിച്ച് നടക്കൂന്നല്ല, അള്ളാഹുവിനെ പേടിക്കാതെ ലഹരി ഉപയോഗിക്കുമെന്നല്ല, അള്ളാഹുവിനെ പേടിക്കാതെ മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്നല്ല, അള്ളാഹുവിനെ പേടിക്കാതെ അന്യപെണ്ണിനെ മുഖത്ത് നോക്കുമെന്നല്ല. അർത്ഥം അള്ളാഹുവിൻ പൂർണ്ണമായി ലയിച്ച് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിനാൽ പടച്ചവൻ എന്നെ ശിക്ഷിക്കുകയല്ലോ രക്ഷിക്കുകയാണല്ലോ ചെയ്യുക എന്ന വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന് പറഞ്ഞൊരു കുഴപ്പമാണ് നിങ്ങൾ എന്ത് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ അയാൾ ഓടിക്കളിയൂന്ന് പറഞ്ഞു. ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം ഖുർആനിൽ പറഞ്ഞ റഹ്മത്താണ്. അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ മഴ പെയ്യാണ്, മഴയെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞതാണ് വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി. അള്ളാഹുവിന്റെ റഹ്മത്തിന് മുമ്പ് അല്ലാഹ് കാറ്റിനെ അയക്കും. ഇത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മഴയാണ്. ആ മഴ, അതാണ് അയാൾ പറഞ്ഞത് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓടിക്കളിയും. നമ്മളെല്ലാം അങ്ങനെ തന്നെയല്ലേ, മഴ പെയ്യുമ്പോൾ ഓടിയിട്ട് എവിടെയെങ്കിലും കയറിയിരിക്കല്ലേ ചെയ്യുക. അതാണ് റഹ്മത്ത് ഇറങ്ങുമ്പോൾ ഓടിക്കളിയൂ എന്ന് പറഞ്ഞത്. അതിന് അയാൾ ഫിത്നനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഖുർആൻ പറഞ്ഞൊരു ഫിത്നയാണ്. അതെന്താണ്? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ് എന്ന് ഖുർആനിലുണ്ട്. അതെ, അതൊരു പരീക്ഷണമാണ്. നമ്മുടെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. സമ്പത്ത് ദൂർത്തടിക്കുന്നുണ്ടോ? അള്ളാഹിന്റെ പരീക്ഷണമാണ്. അനാവശ്യത്തിന് ചെലവഴിക്കുന്നുണ്ടോ? റബ്ബിന്റെ പരീക്ഷണമാണ്. ആ പണം കൊണ്ട് അതാ നീ മദ്യപാനിയാകുന്നുണ്ടോ? ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? മയക്കുമരുന്നുകാരനാകുന്നുണ്ടോ? അന്യപെണ്ണിനെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? നീ എന്തെല്ലാം ആ പണം കൊണ്ട് ചെയ്യുന്നു എന്ന് റബ്ബിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും പരീക്ഷണമാണ് എന്നർത്ഥത്തിൽ ഖുർആൻ ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫിത്നയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഫിത്നനെ ഇഷ്ടമാണ് തന്നെ, എൻ്റെ മക്കളോട് എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ സ്വത്തിനോടും എനിക്ക് ഇഷ്ടമാണ് എന്നാ പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല കാര്യത്തിനെ ചെലവഴിക്കണ്ടു, നന്നാക്കിയിട്ടേ കുട്ടികളെ വളർത്തണ്ടു എന്നല്ലേ ഉള്ളൂ. അതാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞൊരു കുഴപ്പം, അദ്ദേഹം റുകൂഉം സുജൂദും ഇല്ലാതെ നിസ്കരിക്കുന്നതാണ്. ശരിയാണ്, അയാൾ മയ്യിത്ത് നിസ്കരിക്കാറുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മയ്യിത്ത് നിസ്കാരത്തിന് റുകൂഉം സുജൂദും ഇല്ലല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ പറഞ്ഞതിനർത്ഥം യുസല്ലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സലാത്ത് ചൊല്ലു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെയോ, പിന്നെ അദ്ദേഹം ജൂതന്മാർ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികൾ പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞില്ലേ, അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈ വഖാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദു അലാ ശൈ. ജൂതന്മാര് പറഞ്ഞു ക്രിസ്ത്യാനികൾ ശരിയായ മാർഗത്തിലല്ല, ജൂതന്മാര് ശരിയായ മാർഗത്തിലല്ല. നമ്മുടെ സെലഫികളെ കാണുന്നില്ലേ, 8 വിഭാഗമായി പിരിഞ്ഞിട്ട് ഓരോരുത്തൻ പറഞ്ഞു മറ്റോ മുശ്രിക്കാണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം എന്ത്, എല്ലാവരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ചവരാണ്. നമുക്ക് വേണേൽ പറയാം എല്ലാവരും പറഞ്ഞത് ശരിയാന്ന് പറയാം, കാരണം എല്ലാവരും പേച്ചാണല്ലോ. അതുപോലെ ജൂതന്മാര് പറയുന്ന നസ്രാനികൾ പേച്ചവരാണ്, അവര് ശരിയില്ല. കാലത്തിൻ നസാറ
നസാറാക്കൾ ക്രിസ്ത്യാനികൾ പറയുന്നു ലൈസത്തിൽ യഹൂദു അലാ ശൈ, യഹൂദികൾ ശരിയായ മാർഗത്തിൽ പിഴച്ചവരാണ്. ഇയാൾ പറഞ്ഞു രണ്ടു കൂട്ടർ പറഞ്ഞു ശരിയാണ്, അങ്ങനെ രണ്ടും ശരിയില്ല. അതാണ് പറഞ്ഞത്, അല്ലാതെ അവരുടെ ആശയങ്ങളൊക്കെ ശരിയാണ് എന്നല്ല. ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ ചോദ്യകർത്താവ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ നെറ്റി പിടിച്ച് ചുംബിച്ച് തിരിച്ചുപോയി എന്നാണ് ചരിത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഴ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. മഴ പെയ്യുന്ന സമയം ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതോടുകൂടി വെള്ളിയാഴ്ച രാവും കൂടിയായാലോ, അതോടുകൂടി ദുൽഹജ്ജ് 10 രാത്രിയും കൂടിയായാലോ, നമ്മുടെ ഈ രാത്രി വലിയ പുണ്യമുള്ള പരിഗണനീയമായ ഒരു രാത്രിയാണ്. അള്ളാഹു നമ്മിൽ നിന്നെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നു. യുസല്ലൂന, സലാത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ നമുക്ക് കാണാം. അസ്സലാത്തു മിനല്ലാഹി അർറഹ്മത്തുൽ മഖ്റൂനതു ബിത്തഅ്ലീം. ആദരവോട് അനുബന്ധിച്ചുള്ള, ആദരവോട് കൂടിയുള്ള അനുഗ്രഹത്തിനാണ് സലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹു തആല അതാ സലാത്ത് നിർവഹിക്കുന്നു, ആദരപൂർവമുള്ള അനുഗ്രഹം നൽകുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകൾ അനുഗ്രഹം നൽകുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ, അനുഗ്രഹം നൽകുന്നവൻ അല്ലല്ലേ. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അനുഗ്രഹം വർഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം നൽകുന്നു എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് വേണ്ടി പടച്ചവനോട് ആവശ്യപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു. ഇത് സലാത്ത് വാർഷികത്തിന്റെ പരിപാടിയാണല്ലോ, അതുകൊണ്ട് സലാത്തിനെ സംബന്ധിച്ച് ബർക്കത്തിന് വേണ്ടി മാത്രം പറയാൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ളവരെ. യാ അയ്യുഹ, അല്ലാഹു തആല വിളിക്കുന്നൊരു വിളിയാണത് അയ്യുഹ. അതേ അയ്യുഹ, അയ്യുഹ ഇട്ട് വിളിക്കുന്ന വിളിക്കാണ് അയ്യഹ എന്ന് പറയുക. നമ്മുടെ നുബാത്തിയ ഖുതുബയിൽ, രണ്ടാമത്തെ ഖുതുബയിൽ ഒരു സ്ഥലത്തുണ്ട്, വഅയ്യഹ ബിൽ മുഅ്മിനീന മിൻ ബരിയതി. വഅയ്യഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയ്യുഹ എന്ന് ചേർത്തുകൊണ്ട് അല്ലാഹ് വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അയ്യഹ എന്ന് പറഞ്ഞാൽ അയ്യുഹ എന്ന് കൂട്ടിക്കൊണ്ട് വിളിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം തിരിയാത്തതുകൊണ്ട് ചിലർ അയ്യദ എന്നൊക്കെ ആക്കി മാറ്റാറുണ്ട്. അത് മാറ്റുമൊന്നും ചെയ്യണ്ട, അയ്യഹ തന്നെയാണ് അവിടെ. അവ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ. സല്ലൂ അലൈഹി, സല്ലൂ അലൈഹി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്ത് ചെയ്യണേ. സലാത്തിന് നമ്മൾ എന്തായിരുന്നു നേരത്തെ അർത്ഥം പറഞ്ഞത്? ആദരവോടെയുള്ള റഹ്മത്ത് എന്നാണല്ലോ. ആ ആദരവോടെയുള്ള റഹ്മത്ത് നൽകാൻ അള്ളാഹുവിനല്ലേ കഴിയൂ, നമ്മക്ക് കഴിയൂലല്ലോ. അപ്പൊ കഴിയാത്തൊരു കാര്യമാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്. ഞാനീ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി, നിങ്ങൾ അനുഗ്രഹം നൽകണേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ, അത് അള്ളാഹുവിനല്ലേ കഴിയൂ. അതുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അല്ലാഹു തആല നമ്മളോട് സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞു എന്നല്ലേ വരിക. അതേ, റഹ്മത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ പദം പ്രയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കണം. കഴിയാത്ത ആളോട് കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. കഴിയാത്തത് പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ അതേ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ, സല്ലൂ അലൈഹി, നബി തങ്ങളുടെ മേൽ നിങ്ങൾ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവനോട് പറയണേ എന്നാണ്. അനുഗ്രഹം ചെയ്യാൻ കഴിയുന്നവനോട് പറയണേ എന്നാണ് സല്ലു അലൈഹി എന്നതിന്റെ അർത്ഥം. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, അവനാണല്ലോ അനുഗ്രഹം ചെയ്യുന്നവൻ. അവനോട് നമ്മൾ പറയാണ്, അല്ലാഹുമ്മ സല്ലി
അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ മഹത്തായ അനുഗ്രഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ പറയാണ്. നമ്മളോട് അല്ലാഹ് പറഞ്ഞത് സല്ലു എന്നാണ്. സല്ലു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ സലാത്ത് പറയണം എന്നാണ്. സലാത്ത് ചെയ്യാൻ വേണ്ടി പറയണം എന്നാണ്. കാരണം സലാത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അനുഗ്രഹം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കഴിയാത്തൊരു കാര്യം പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഉള്ളാളത്തുനിന്ന് പ്രസംഗിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, വേറെ പല സ്ഥലത്തുനിന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ബദരീങ്ങളോടോ മുഹീദ്ദീൻ ശൈഖിനോടോ നമ്മളൊരു കാര്യം പറഞ്ഞു. ഉദാഹരണത്തിന് ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞു. കാക്കുന്നവൻ അല്ലല്ലേ? അപ്പൊ പിന്നെ ബദരീങ്ങളെ ആക്കണവൻ അല്ലാഹ് ബദരീങ്ങൾക്ക് കാക്കാൻ കഴിയോ? അല്ലാഹു അല്ലേ കാക്കുന്നവൻ. അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് കാവൽ വാങ്ങിത്തരണേ എന്ന, അത് അവര് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇടപെടുക, അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കാവലിന് അവരെ സൃഷ്ടിക്കുക എന്നല്ല. കാരണം എല്ലാം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. ഖാലിഖു കുല്ലി ശൈഇ, കാവലിനെ സൃഷ്ടിക്കുന്നവനും എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ പടച്ചവൻ അല്ലാഹുവാണ്. അല്ലാഹുവല്ലാതെ സൃഷ്ടാവില്ല, പടച്ചവനില്ല. അപ്പോൾ പിന്നെ സൃഷ്ടികളോട് പറയുന്നതിനർത്ഥം അതിന് നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് കാവല് കിട്ടാൻ ആവശ്യമായ ഇടപെടൽ നടത്തണേ എന്നാണ്. ഇടപെടൽ പല വിധത്തിലുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിനോട് നമുക്ക് കാവൽ തരാൻ വേണ്ടി ആവശ്യപ്പെടുക. നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, അതിനു വേണ്ടി ആവശ്യപ്പെടുക. മറ്റൊന്നാണ് അവര് തന്നെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, പടച്ചവന്റെ ഉദ്ദേശപ്രകാരം അവൻ കഴിവ് കൊടുക്കുന്നതനുസരിച്ച് അവര് വിഷയത്തിൽ ഇടപെടുക. അതാണല്ലോ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഫതാവയിൽ പറഞ്ഞത്, ശുഹിദൂ നഹാറൻ ജിഹാറൻ യുഖാതിലൂനൽ കുഫാർ. ശുഹദാക്കളായ ആളുകൾ പകലിൽ തന്നെ അതാ അവര് യുദ്ധം ചെയ്യുന്നവരായി, സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുന്നവരായി. മുമ്പ് ഷഹീദായി പോയ ശുഹദാക്കളെ കാണാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇടപെടുകയെന്നാണ്. എല്ലാ സ്ഥലത്തും വിഷയം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിത്തു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഒരാള് ബദരീങ്ങളെ രോഗം സുഖപ്പെടുത്തണേ എന്നങ്ങ് പറഞ്ഞു പോയാലോ, അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പാടില്ല, ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല, കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല. മറിച്ച് മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിനു വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ്. രോഗം സുഖപ്പെടുത്തണേ എന്ന് സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ്. ഏതുപോലെ ഒരു ഡോക്ടറോട് ഒരാൾ ചെന്നിട്ട് ഡോക്ടറെ എൻ്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല. മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും. ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും, രോഗം കണ്ടെത്തും, മരുന്ന് കൊടുക്കും, ഓപ്പറേഷൻ ചെയ്യും, പലതും ചെയ്യും. ഇങ്ങനെ ഇടപെടലുകൾ നടത്തുമെന്നല്ലാതെ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിയുമെന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കൂല. പക്ഷേ പറയുമ്പോൾ ചിലപ്പോൾ ഡോക്ടറെ രോഗം സുഖപ്പെടുത്തണേ എന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വിധിക്കുന്നത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. അങ്ങനെ വിധിക്കാൻ പാടില്ല. ആ ഉമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ ബദരീങ്ങളോട് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞാലും ഏത് മഹാന്മാരോട് പറഞ്ഞാലും മുഅ്മിനീങ്ങൾ പറയുമ്പോൾ അതാണ് അർത്ഥം. ഓ സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇവിടെയും ഇമാം റാസി പഠിപ്പിക്കുന്നത്. അല്ലാഹ് നമ്മളോട് പറഞ്ഞു, സല്ലു അലൈഹി, നബി തങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലണേ
എന്നല്ലല്ലോ സല്ലു എന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ സല്ലി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാകണ്ടേ. ഇനി അല്ലാഹു മലായികതഹു യുസല്ലൂന എന്ന് പറഞ്ഞാൽ അവിടെയും അങ്ങനെയാകണ്ടേ. അവിടെ ഒന്നും അർത്ഥം അങ്ങനെയല്ലല്ലോ, മറിച്ച് മഹത്തായ അനുഗ്രഹം ചെയ്യണമെന്നാണല്ലോ. അപ്പൊ അള്ളാഹു നമ്മളോട് മഹത്തായ അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നൽകുകയെന്നല്ല ഉദ്ദേശം. നൽകാൻ വേണ്ടി പറയണം, നിങ്ങൾ ഇടപെടണമെന്നാണ്, നിങ്ങൾ പറയണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സലാത്ത് ചൊല്ലുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നബി തങ്ങൾക്ക് ഒരു കാരുണ്യവും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. കാരുണ്യം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവോട് താണുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിച്ചാലോ അതിന്റെ ഗുണം ആർക്കാണ്? അത് നമ്മൾക്ക് തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹ് എന്തായാലും മഹത്തായ അനുഗ്രഹം നൽകുമെന്നതിലൊരു സംശയവുമില്ല. അത് പടച്ചവൻ ഏറ്റെടുത്ത കാര്യമാണ്, ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാണ്. നമ്മൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിലും അല്ലാഹു നബി തങ്ങൾക്ക് സലാത്ത് നൽകുമെന്നുറപ്പാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മൻ സല്ലല്ലാ അലൈഹി വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹി അസ്റാ. എന്റെ പേരിൽ സലാത്ത് നിർവഹിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ചുരുങ്ങിയത് 10 ഗുണം അല്ലാഹ് തരും. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തുകളെ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഞാൻ മുഖേനയല്ലേ നിങ്ങൾക്ക് സാധിക്കുക? നബിതങ്ങൾ മുഖേനയല്ലേ നമുക്ക് വിജയത്തിന് സാധ്യതയുള്ളത്? ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇന്നലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ തുടങ്ങിക്കൊടുത്തു. ആ ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിലുണ്ടല്ലോ സലാത്തൻ വ സലാമൻ അഫൂസു ബിഹിമാ. ഓ അല്ലാഹുവേ, നീ നബിതങ്ങൾക്ക് സലാത്ത് നിർവഹിക്കണം, നീ സലാം നൽകണം. ആ സലാത്ത് സലാം എങ്ങനെയുള്ളതാണ്? അഫൂസു ബിഹിമാ യൗമൽ മആദ്. നബിതങ്ങൾക്ക് നീ കൊടുക്കുന്ന ഗുണം കൊണ്ട്, നീ കൊടുക്കുന്ന അനുഗ്രഹം കൊണ്ട്, നീ കൊടുക്കുന്ന സലാം കൊണ്ട് ഞാനങ്ങ് ജയിച്ചു പോകും. ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം, നമ്മുടെ വിജയത്തിന് നിദാനം റസൂലുള്ളാഹിക്ക് അല്ലാഹ് കൊടുക്കുന്ന റഹ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് നമുക്ക് വിജയിക്കാനുള്ളത്. ആ നബിതങ്ങൾ മുഖേനയല്ലാതെ നമുക്കൊരു വിജയവും കിട്ടാൻ പോകുന്നില്ല. അതിനാൽ മൻ സല്ലാ അലയ്യ വാഹിദതൻ, എൻ്റെ പേരിൽ വല്ലവനും ഒരു സലാത്ത് നിർവഹിച്ചാൽ സല്ലല്ലാഹു അലൈഹി അസ്റാ, അതാ അല്ലാഹു തആല അദ്ദേഹത്തിന് 10 മഹത്തായ അനുഗ്രഹം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആകയാൽ സലാത്തിന്റെ ഗുണം നമുക്കാണ്, സലാത്തിന്റെ ഗുണം നമുക്കാണ്, അതിൻ്റെ എല്ലാ ഫലവും നമുക്കാണ്. നബിതങ്ങളെ പേരിൽ സലാത്ത് നിർവഹിക്കുക അത് വലിയ പുണ്യകർമ്മമാണ്. അത് വുജൂബാണ്, സുന്നത്തല്ല. സലാത്ത് വുജൂബാണ്, സുന്നത്തല്ല. കാരണം അല്ലാഹല്ലേ പറഞ്ഞത്, സല്ലു അലൈഹി, നിങ്ങൾ സലാത്ത് ചൊല്ലണേ, മുസല്ലിമു, നിങ്ങൾ സലാം ചൊല്ലണേ. അതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ അല്ലാഹ് കൽപ്പിച്ച ഒരു കാര്യം നിർബന്ധമാകണ്ടേ? നിർബന്ധമാണല്ലോ. ആ നിർബന്ധമാകുന്ന സമയമാണ് നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് വുജൂബാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയാതെ സലാത്ത് നിസ്കാരം നമുക്ക് ശരിയാകൂല. നിസ്കാരത്തിന്റെ ഫർദാണ് നബിതങ്ങളുടെ പേരിലുള്ള സലാത്ത്. അപ്പൊ സലാത്ത് നമുക്ക് നിർബന്ധമാണ്. ഇതുപോലെ അതാ ഖുതുബയിൽ നബിതങ്ങളുടെ പേരിൽ സലാത്ത് നിർബന്ധമാണ്. നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ഓർമ്മിക്കുമ്പോഴും സലാത്ത് നിർബന്ധമായും ചൊല്ലേണ്ടതാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ സലാത്ത് നിർബന്ധമായ കർമ്മമാണ്. സലാം ചൊല്ലലും അങ്ങനെ തന്നെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. നമ്മുടെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് സലാം പറയുന്നില്ലേ? അല്ലെങ്കിൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു എന്നെങ്കിലും പറയണ്ടേ? ആകയാൽ സലാം ചൊല്ലലും നിർബന്ധം തന്നെയാണ്. സലാത്തും സലാമും നിസ്കാരത്തിൽ നിർബന്ധമാണ്. എന്നാൽ മറ്റ് സമയങ്ങളിലോ, മറ്റ് സമയങ്ങളിൽ പ്രത്യേകം സലാത്ത് സുന്നത്തുള്ള സമയമുണ്ട്.
സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, പള്ളിയിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കയറണം. അതോടുകൂടെ സലാത്തും സലാമും ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കയറണം. വലത്തെ കാലെടുത്ത് വെച്ചുകൊണ്ട് കയറണം. ബിസ്മി ചൊല്ലി കയറണം. സലാത്ത് ചൊല്ലി പള്ളിയിലേക്ക് കയറണം. ഇതുപോലെ പല സ്ഥലങ്ങളും സലാത്ത് പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട്. ദുആ നടത്തുമ്പോൾ ദുആന്റെ ആദ്യത്തിൽ സലാത്ത് സുന്നത്തുണ്ട്. ദുആയുടെ ഇടക്കും ഒരു സലാത്ത് ഇല്ലൽ പുണ്യമുണ്ട്. ദുആന്റെ അവസാനവും സലാത്ത് ചൊല്ലേണ്ടതുണ്ട്. അങ്ങനെ സലാത്ത് എന്ന് പറയുന്നത് പല സ്ഥലത്തും പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അതേ മീറ്റ് ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. മീറ്റ് ചെയ്യുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. അതുകൊണ്ടാണ് ചില പ്രായം ചെന്ന ആളുകൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് മുസാഫഹത്ത് ചെയ്താൽ ആ കയ്യും പിടിച്ചവർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നത് കേൾക്കാം. കാരണം അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സലാത്ത് പ്രത്യേകം പുണ്യമുണ്ട്. ഇതുപോലെ നമ്മൾ സാധാരണയായി 3 സലാത്ത് ചൊല്ലി പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പിരിഞ്ഞു പോകുമ്പോൾ സലാത്ത് സുന്നത്തുണ്ട്. അങ്ങനെ സലാത്ത് പല സ്ഥലത്തും പ്രത്യേകം സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ മുഴുസമയവും സലാത്ത് പുണ്യമാണ്. സലാത്ത് വലിയ സൽക്കർമ്മമാണ്. ഓ നബിയേ, എൻ്റെ അമലുകൾ അതിൽ ഞാൻ 3-1 നബിതങ്ങൾ അങ്ങയുടെ പേരുള്ള സലാത്താക്കട്ടെയോ, എൻ്റെ പ്രാർത്ഥന അതിൻ്റെ 3-1 മുഴുവനും സലാത്താക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. എന്നാൽ എൻ്റെ പ്രാർത്ഥനയുടെ പകുതിയും ഞാൻ അങ്ങയുടെ പേരുള്ള സലാത്താക്കട്ടെയോ, അതേ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. 3-2 ഞാൻ സലാത്താക്കട്ടെയോ, വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. എന്നാൽ എൻ്റെ പ്രാർത്ഥന മുഴുവനും അങ്ങയുടെ സലാത്താക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, അതോടുകൂടെ നിന്റെ ടെൻഷൻ നീങ്ങിപ്പോകുന്നതാണ്, നിന്റെ ദോഷം പുറത്തു പോകുന്നതാണ്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ഗുണം ലഭിക്കുന്നതാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത് വർദ്ധിപ്പിക്കുക. അതിനർത്ഥം നമ്മൾ വുജൂബായ പ്രാർത്ഥന വേണ്ടെന്നല്ല, സുന്നത്തായ പ്രാർത്ഥന വേണ്ടെന്നല്ല, നബിതങ്ങൾ പഠിപ്പിച്ച ദുആകളൊന്നും നടത്തണ്ടെന്നല്ല. മറിച്ച് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത്. അത് ധാരാളം വർദ്ധിപ്പിക്കണമെന്നും സലാത്തിന്റെ സദസ്സുകളിൽ കഴിവിന്റെ പരമാവധി നമ്മൾ പങ്കെടുക്കണമെന്നും, സലാത്ത് ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം തന്നാൽ ഒരു ദിവസം ചുരുങ്ങിയതൊരു 100 സലാത്ത്, അല്ലെങ്കിൽ ഒരു 300 സലാത്ത്, അല്ലെങ്കിൽ 1000 സലാത്ത് ഇങ്ങനെ പതിവാക്കി ചൊല്ലുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ ടാക്സി ഓടിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും 1000 സലാത്ത് ടാക്സി ഓടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ചൊല്ലി തീർക്കാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. വലിയ ഭാഗ്യവാനല്ലേ സുഹൃത്തുക്കളെ. നമുക്കും എത്ര സമയമാണ് നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോഴെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരുള്ള സലാത്ത് ചൊല്ലിയ ആൾ അല്ലാഹുവിൻ്റെ റസൂലുമായി ഏറ്റവും അടുപ്പമുള്ള ആള്. അക്സറുഹും അലൈഹി സ്വലാത്ത്, ഞാനുമായി എൻ്റെ പേരിൽ ഏറ്റവും സലാത്ത് ചൊല്ലുന്നവനാരോ അവനാണ് ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവൻ, സ്നേഹമുള്ളവൻ എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അതും നമ്മൾ പരിഗണനയിലുണ്ടാകണമെന്നും ഈ 10 ദിവസവും പുണ്യകർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നല്ല സമ്പാദ്യം സമ്പാദിക്കണമെന്നും നിങ്ങളോടും എന്നോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. എല്ലാവരും
ഒരു ഫാത്തിഹ ഓതണം. എൻ്റെ ബാപ്പയുടെ ആണ്ടിൻ്റെ സമയമാണ്. ദുൽഹജ്ജ് 1-ന്റെ തലേ ദിവസമാണ് എൻ്റെ ബാപ്പ മരണപ്പെട്ടു പോയത്. എൻ്റെ ബാപ്പ എന്നെ ദർസിൽ പറഞ്ഞയച്ചത് കൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് 2 വാക്ക് പറയാൻ കഴിഞ്ഞത്. ഇന്നെല്ലാം ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ടോ? അതിനെല്ലാം കാരണക്കാരൻ എൻ്റെ ബാപ്പയാണ്. എൻ്റെ ബാപ്പ ഒരു പണ്ഡിതനല്ല, സാധാരണക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ ദർസിൽ പറഞ്ഞേക്കണമെന്ന് തോന്നി. ദർസിൽ പോയതിനാൽ എനിക്ക് അള്ളാഹു ചെയ്തൊരു നിഅമത്താണ് നിങ്ങളെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നത്. ബാപ്പയോടുള്ള കടപ്പാട് തീരൂല. അള്ളാഹു തആല ബാപ്പയുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മ ബാപ്പമാർ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, നമ്മളെ സ്നേഹിച്ചവർ ആര് മരിച്ചുപോയവരുണ്ടോ, നമ്മളെ സഹായിച്ചവർ ആര് മരിച്ചുപോയവരുണ്ടോ, അവരുടെ എല്ലാം ഖബറിൽ അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. നമ്മളെ വളരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒരാളായിരുന്നു കടവത്തൂർ പുതിയോട്ടിൽ അബ്ദുള്ള ഹാജി. പെട്ടെന്നൊരു ദിവസം മരിച്ചു പോയതാണ്. 2-3 കൊല്ലമായി മരിച്ചിട്ടു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അവരുടെയും ആണ്ടിൻ്റെ സമയമാണെന്ന് അറിയിച്ചു. അതുപോലെ നമ്മൾ മരിച്ചു എല്ലാവരുടെയും ഖബറിൽ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്ന സമയമില്ല, ട്രെയിനിന് പോകണം. അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന സംഭാവനകൾ കൊണ്ടുവന്ന് തരണം. എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാൻ. ഇവിടെ നടക്കുന്ന എല്ലാ ദീനീ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടു പോയവർ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. എല്ലാവർക്കും വേണ്ടിയും നമ്മൾ ദുആ ചെയ്യണം. എല്ലാവരും അവരുടെ കൂടെ കഴിയുന്ന സംഭാവനകൾ കൊണ്ടുവരണം. ചെറിയ മൈക്ക് ഉണ്ടോ കൈ പിടിക്കുന്നൊരു മൈക്ക്? ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله മക്കൾക്കൊക്കെ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ആരും ഇങ്ങനെ വരണ്ട ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പോയിക്കോളി. അല്ലാഹ് നിങ്ങൾ ദ്വാരക്കും സ്ഥാനോട് ദ്വാരക്കും വെച്ചു ദുആ ചെയ്യും നിങ്ങളായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമർ റഹീമീൻ യാ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ സംസാരിച്ചതും ഞങ്ങളെ ഈ പരിപാടിയും ഞങ്ങളെ എല്ലാ സ്വലാത്തും ദിക്റും ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് നിമിത്തമായ ഞങ്ങളെ പ്രിയപ്പെട്ട ബഷീർ, അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയാണ് കുടുംബസഹിതം. അതുപോലെ പലരും ഞങ്ങളുടെ നാടുകളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സ്നേഹിതന്മാരിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയവരുണ്ട്. അവർക്കെല്ലാം നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നീ പൊരുത്തപ്പെട്ട നിനക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് തിരിച്ച് നാട്ടിലെത്താൻ തൗഫീഖ് നൽകണം റഹ്മാനെ.
അവരിൽ എന്ത് രോഗമുള്ളവരുണ്ടോ നീ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആരോഗ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും തഖ്വ കൊണ്ടും അനുഗ്രഹം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മഹത്തായ മാസം ഞങ്ങളിലേക്ക് വന്നു. ഈ മാസത്തെ അതിനനുസരിച്ച് ആദരവോടെ സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് തരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കഅബത്തിന്റെ അടുക്കലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നെ ബഹുമാനിച്ച് നിനക്ക് ആരാധന നടത്താൻ കഅബയുടെ എല്ലാ ബറക്കത്തും ലഭിക്കാൻ അതാ നിന്റെ കഅബയുടെ സമീപത്തേക്ക് മക്കയിലും മദീനയിലുമൊക്കെയായി എത്രയോ ജനങ്ങൾ പോയ സമയമാണ് റബ്ബേ. ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളും അവരുടെ കൂടെ ഞങ്ങളെ മനസ്സുകൊണ്ട് നിന്നിലേക്ക് മനസ്സ് തിരിച്ച് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നീ അത് ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ഖൈറും ബറക്കത്തും ഞങ്ങളെ ജീവിതത്തിലുടനീളം നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. എല്ലാ ശർറുകളും മുസീബത്തുകളും രോഗങ്ങളും നീ കാക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ സർവമഹാന്മാരെ ഹദ്റത്തിലും ഈ പാവപ്പെട്ട എൻ്റെ ബാപ്പയടക്കം ഇവിടെ മരണപ്പെട്ടു പോയവരായി ഞങ്ങൾ ഓർമ്മിച്ച ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെ ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ സ്നേഹിച്ച ജനങ്ങൾ സഹായിച്ചവർ സഹകരിച്ചവർ ആര് മരിച്ചു പോയവരുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കണം റഹ്മാനെ. അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്തതെന്ത് സംഭവിച്ചോ നീ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ജമാഅത്തിലും ഇതിൻ്റെ പരിസരങ്ങളുടെ ജമാഅത്തുകളിലും ഇവിടെയുള്ള SSFൻ്റെയും SYSൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രവർത്തകരിലും അവരുമായി ബന്ധപ്പെട്ടവരിലും അവരോട് സഹകരിക്കുന്നവരിലും ഈ നാട്ടിലും പരിസരങ്ങളിലുമെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് പ്രയാസങ്ങളുണ്ടോ അത് നീ നീക്കിത്തരണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ അത് നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഇസ്സത്തോടെ പരിഹരിക്കണം റഹ്മാനെ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് ദീനിൻ്റെ ഖിദ്മത്തിന് തൗഫീഖ് തരണം റഹ്മാനെ. കാലം കുറേ ഇങ്ങനെ ജീവിച്ചു പോയി. ഇനി എത്ര കാലമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനിയൊരു ദുൽഹജ്ജിനെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ടോ ഇല്ലേ? ഈ ദുൽഹജ്ജ് തന്നെ തീരുന്നത് വരെ ഞങ്ങളുണ്ടോ ഇല്ലേ? ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ അല്ലാ. ഈ മഹത്തായ രാത്രിയിൽ നിന്നോട് ഞങ്ങൾ അങ്ങേയറ്റം തൗബ ചെയ്തുകൊണ്ട് പറയുന്നു അല്ലാ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ, നിന്നോടെന്ത് തെറ്റ് ചെയ്തു പോയോ, നിന്റെ സൃഷ്ടികളോടെന്ത് ചെയ്തു പോയോ നീ മാപ്പ് തരണം റഹ്മാനെ. ഞങ്ങളാരെയും ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ സ്നേഹിച്ച ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ ദുൽഹജ്ജ് മാസത്തിലുള്ള എല്ലാ ഖൈറുകളും എല്ലാ ബറക്കത്തുകളും ഞങ്ങൾക്ക് ചൊരിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഭാവി ജീവിതം തഖ്വയിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ നിന്റെ കഅബ ശരീഫിനടുക്കലും അറഫയിലും മിനയിലും മുസ്ദലിഫയിലുമൊക്കെ നിന്നിലേക്ക് ഖൽബ് തിരിച്ചു ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എത്താൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ അവരോട് കൂറ് പുലർത്തുന്നവരാണ്. ആ സ്ഥലങ്ങളുടെ ബഹുമാനം അംഗീകരിക്കുന്നവരാണ്. ഞങ്ങൾക്കും എല്ലാ ഖൈറും നീ ചൊരിച്ചു തരണം റഹ്മാനെ. ജീവിതത്തിൽ പലതവണ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ തൗഫീഖ് തരണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ആരെയും നീ കടത്തിൽ വലച്ചു കളയരുത് റഹ്മാനെ. എന്ത് ആരോട് കടം വാങ്ങിയോ അത് കൃത്യമായി വീട്ടാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. കടം വീട്ടാതെ, കടപ്പാട് വീട്ടാതെ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. ഖൈറിൻ്റെ വാതിലുകൾ, ഇസ്സത്തിൻ്റെ വാതിലുകൾ,
ഐശ്വര്യത്തിൻ്റെ വാതിലുകൾ, ഇൽമിൻ്റെയും തഖ്വയുടെയും വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നവർ ലോകത്താരുണ്ടോ? ഞങ്ങൾ പറയുന്ന ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കുന്നവരാരുണ്ടോ? അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ പരിപാടി എന്നെ ക്ഷണിച്ചത് ദമാമിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശംസു ആണ്. അദ്ദേഹം ഞാനുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ബഷീർ ബെല്ലാര, അദ്ദേഹവുമായുള്ള ബന്ധത്തോടുകൂടി. ബഷീറും കുടുംബവും ഹജ്ജിന് പോയിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് സന്തോഷത്തോടെ എല്ലാ അമലും ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യട്ടെ. ശംസുവിനും കുടുംബത്തിനും നാട്ടുകാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ ഖൈറും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി ബിസിനസ് നടത്തുന്ന പലരും ഉണ്ട്. അവർക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. നമുക്കെല്ലാവർക്കും അവർക്കും നമ്മളുടെ മക്കളിലും ഭാര്യമാരും എല്ലാം അള്ളാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. തീവണ്ടിക്ക് പോകേണ്ടതുകൊണ്ട് എല്ലാവരും പോകാനുള്ള സൗകര്യം ചെയ്യണമെന്നറിയിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസാക്കാതിരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.